നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് തന്നെ ഇപ്പോൾ കേരളം പൊറുതിമുട്ടിയിരിക്കുന്ന സാഹചര്യമാണ്. CPM-ന്റെ പൊതുനയമാണ് എല്ലാം വാഗ്ദാനം മാത്രം എന്നത്. വയനാട് ദുരിതം, ആശാവർക്കർമാർ പെൻഷൻ മുടങ്ങിയത്, ഇതൊക്കെ അടുത്തിടെയായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഇതിലെല്ലാം പ്രതിഫലിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെയും മന്ത്രിമാരുടെയും ധൂർത്തും അലംഭാവവും ഒക്കെ തന്നെയാണ്. അതുപോലെ തന്നെ കേരളക്കര ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ് നവകേരള സദസ്. പ്രശ്നപരിഹാരത്തിനായുള്ള യാത്രയാണെന്ന് സംസ്ഥാന സർക്കാർ ഇതിനെ വിശേഷിപ്പിച്ചതെങ്കിലും പ്രശ്നങ്ങൾ കൂടുന്ന സാഹചര്യമാണ് ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത്. കൂടാതെ ഇതിന്റെ ചിലവ് വിവരങ്ങൾ കണ്ടും ജനങ്ങളുടെ കണ്ണു തള്ളിയതാണ്. ജില്ലയിലെ 6 മണ്ഡലങ്ങളിൽ നവകേരള സദസ് സംഘടിപ്പിക്കാൻ ചെലവായത് 1.24 കോടി രൂപയായിരുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ തുക ചെലവായത് പന്തലിനും അതുമായി ബന്ധപ്പെട്ട ജോലികൾക്കുമാണ്. എല്ലാ മണ്ഡലങ്ങളിലും ആകെ ചെലവിന്റെ 40% മുകളിൽ പന്തൽ അനുബന്ധ ജോലികൾക്ക് ചെലവായിരുന്നു. അതുപോലെ തന്നെ നവകേരള സദസ്സിൽ പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചത് 6 ലക്ഷത്തിൽ പരം പരാതികളായിരുന്നു. പല പരാതികളിലും വേണ്ടത്ര നടപടികൾ ഉണ്ടായില്ലെന്ന ആക്ഷേപം ഉയർന്നിട്ടുമുണ്ട്. അതേസമയം ജോലി സ്ഥിരമാക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയ താൽക്കാലിക ജീവനക്കാരിക്ക് ജോലി നഷ്ടമായി എന്ന വാർത്തയും ഇതിനിടയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. 9 വർഷമായി പിണറായി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ദന്താരോഗ്യ വിഭാഗത്തിലുള്ള യുവതിക്കായിരുന്നു ജോലി നഷ്ടമായത്. അങ്ങനെ ആരോപണങ്ങൾ പലതായിരുന്നു. നിരവധി നിവേദനങ്ങളും പരിഹാരങ്ങളും ഈ ഒരു സമയത്ത് മന്ത്രിമാർക്ക് മുന്നിൽ എത്തിയിരുന്നെങ്കിലും അതിലൊന്നും ഒരു പരിഹാര നടപടികളും സംസ്ഥാന സർക്കാർ എടുത്തിരുന്നില്ല. ഇതൊക്കെ ഇതിനോടകം തന്നെ വിവാദമായി. എന്നാൽ ഇതിനൊക്കെ ശേഷം ഇതാ സംസ്ഥാന സർക്കാരിന്റെയും CPM-ന്റെ കഴിവ് ഒന്നുകൂടെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ്. ശാരീരിക പരിമിതിയുള്ള ഉദ്യോഗസ്ഥന് വേണ്ടി മന്ത്രി R. ബിന്ദുവിന് നേരിട്ട് നൽകിയ സ്ഥലം മാറ്റ അപേക്ഷ റോഡരികിലെ മാലിന്യ കൂമ്പാരത്തിൽ കണ്ടെത്തി. ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. തൃശൂർ ഇരങ്ങാലക്കുട സംസ്ഥാന പാതയ്ക്ക് സമീപം തിരുവുള്ളക്കാവ് പാറക്കോവിൽ തള്ളിയ മാലിന്യത്തിനാണ് മന്ത്രി R. ബിന്ദുവിന് നൽകിയ അപേക്ഷ കണ്ടെത്തിയത്. റോഡിൽ മാലിന്യം തള്ളിയതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഇന്നലെ ചേർച്ച് പഞ്ചായത്ത് അധികൃതരെത്തി പരിശോധിച്ചപ്പോഴാണ് ചടങ്ങിൽ നിന്നുള്ള ഭക്ഷണ മാലിന്യത്തിനൊപ്പം അപേക്ഷയും ലഭിച്ചത്. തൃശൂരിൽ സാമൂഹിക നീതി വകുപ്പ് നടത്തിയ നശാ മുക്ത് ഭാരത് അഭിയാൻ പരിപാടിയിലാണ് മന്ത്രി R. ബിന്ദുവിന് പരാതി നൽകിയത്. 2 വർഷമായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കോതമംഗലം മേഖലാ കാര്യാലയത്തിൽ ജോയിന്റ് സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന ഭർത്താവിന് വേണ്ടിയാണ് ചെറൂർ സ്വദേശിയായ ഭാര്യ അപേക്ഷ നൽകിയത്. അപേക്ഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഫോൺ നമ്പറിലേക്ക് അധികൃതർ വിളിച്ചപ്പോഴാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായത്. മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലെന്നും ഒരു തവണ കൂടി വാട്സപ്പിൽ അയച്ചു തരാനുമാണ് പറഞ്ഞത്. മാലിന്യം തള്ളിയവർക്കെതിരെ 10,000 രൂപ പഞ്ചായത്ത് സെക്രട്ടറി പിഴ ചുമത്തി. അതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും നിരവധി പേർ ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.